ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് കമൻസിൻ്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. അതിൽ ഒരു കമൻറ്റ് വന്നത്, ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് പ്രോബ്ലംസ് വരുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഇതെനിക്ക് 2 വീക്സിന് മുമ്പ് കിട്ടിയ ഒരു കമൻറ്റാണ്. പക്ഷെ അപ്പം മുതൽ ഞാൻ ഒത്തിരി ആർട്ടിക്കിൾസ്, ജേർണൽസ്, അതുപോലെ പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്, ഇതൊക്കെ ഞാൻ അരിച്ചു പിറക്കി നോക്കി. പക്ഷേ ഇതുവരെ ഒരു സ്റ്റഡിയിലും അങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു, അപ്പം ബോട്ടിൽ ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാധാരണ വരുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ട് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അഡ്വൈസായിട്ട് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസിനൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തതാണ് ഇയർ ഇൻഫെക്ഷൻ. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് നിപ്പിൾ പാലുണ്ടായിരുന്നെങ്കിൽ നിപ്പിൾസിന് ഹോൾസ് കുറവായതുകൊണ്ട് തന്നെ പാല് വരുന്ന ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എടുത്തിട്ട് വേണം കുഞ്ഞിന് ബോട്ടിലാക്കി കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു ഇയർ ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർ ഒരിക്കലും ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കിടത്തി ഫീഡ് കൊടുക്കുക. ഇവിടെ നമ്മളൊന്ന് കുറച്ചൊന്ന് സ്ലാൻഡിങ് പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്കൊരു ബേസിക് ഹൈജീൻ ഉണ്ടല്ലോ, അതായത് ബോട്ടിൽ നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇയർ ഇൻഫെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് 100% ഒഴിവാക്കാൻ പറ്റും. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഈ ഇയർ ഇൻഫെക്ഷൻ വന്നിട്ടില്ല. രണ്ടാമത്തേതാണ് ചോക്കിങ്. അതായത് നമ്മൾ ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോട്ടിലും നിപ്പിൾസും സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ബോട്ടിൽ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് ചെറിയ ബോട്ടിൽ എടുക്കുക, വലിയവർക്കാണ് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ട് പോകാം. അതുപോലെ നിപ്പിൾസ് ആണെങ്കിലും നമുക്ക് ഓരോ മന്ത്, ഇപ്പം 1 മന്ത് 2 മന്ത് അല്ലെങ്കിൽ ലെസ് ദാൻ 6 മന്ത്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിപ്പിൾസ് കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കൂടെയുള്ള ഫ്ലോ, പുറത്തേക്ക് വരുന്ന ഫ്ലോ കുറവായിരിക്കും. അപ്പം കുഞ്ഞി മക്കൾക്കൊക്കെ 1 ഇയറിൻ്റെ ഒക്കെ നിപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വായിൽ വരും പാല്. അപ്പോൾ അവർക്കത് ഇറക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ചോക്കിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ളത് യൂസ് ചെയ്യുക. പിന്നെ അവരെ ഇങ്ങനെ ചുമ്മാ കിടത്തി കൊടുക്കാതെ നമുക്ക് പില്ലോ വെച്ചോ അല്ലെങ്കിൽ എൽബോ ഒന്നും ഇങ്ങനെ വെച്ചിട്ടോ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതാണ് വോമിറ്റിംഗ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹൈജീൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോർമുല മിൽക്കിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ബ്രീഫായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ഹോട്ട് വാട്ടർ നന്നായിട്ട് സാധാരണ റിൻസ് ചെയ്തിട്ട് ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തിളപ്പിക്കേണ്ട കാര്യമില്ല. ദിവസം 24 hours-നുള്ളിൽ 2 പ്രാവശ്യം മാത്രം, അതായത് രാവിലെയും വൈകുന്നേരം മാത്രം 2 പ്രാവശ്യം ബോയിൽ ചെയ്താൽ മതി. അത് 5 minutes ജസ്റ്റ് ബോയിൽ ചെയ്താൽ മതി. ബാക്കി സമയമൊക്കെ അപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പം ഫോർമുല മിൽക്ക് കൊടുക്കുന്നവർക്കാണ് ഈ പ്രോബ്ലം വരുന്നതെങ്കിൽ അത് ഫോർമുല കുഞ്ഞിന് സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. ഇപ്പം മോളുടെ സമയത്ത് ഞാൻ 2-3 ഫോർമുല മാറ്റി, പല ബ്രാൻഡ് മാറ്റിയിട്ടാണ് നാൻപ്രോ അവർക്ക് സൂട്ടായിട്ടോ. പക്ഷെ രണ്ടാമത്തെ മോനുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നാൻപ്രോ കൊടുത്തു നോക്കാം, അനിയനാണല്ലോ അപ്പോൾ സൂട്ടാവുമെന്ന് വിചാരിച്ച് കൊടുത്തു. പക്ഷെ അത് മോന് സൂട്ടായില്ല. അത് പിന്നെ പ്രോബ്ലമായി. പിന്നെ ഞാൻ വേറെ ഒരെണ്ണത്തിലേക്ക് മാറുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഇത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഫോർമുല മിൽക്കിൽ അലർജിക്കൊക്കെ ആണെങ്കിലും ഇത് വരാം. പിന്നെ നമ്മൾ ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് 30 minutes-നുള്ളിൽ തന്നെ അത് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് സ്പീഡ് അപ്സ്. അതായത് നമ്മൾ കുറച്ച് വോമിറ്റിംഗ് അല്ല, പക്ഷെ കുറച്ചൊന്ന് പുറത്തേക്ക് ആക്കി പോകാന്നൊക്കെ പറയല്ലോ, അങ്ങനെ കുറച്ച് വരിക. ഇതിന് മെയിനായിട്ടുള്ള കാരണം അവർ കൂടുതൽ പാല് കുടിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിളിൻ്റെ സൈസ് കൂടി, ആ ഒരു കൂടിയ നിപ്പിളിൻ്റെ സൈസ് ഉള്ളത് യൂസ് ചെയ്തതുകൊണ്ടാവാം, ഗ്യാസ് മര്യാദയ്ക്ക് തട്ടിക്കളയാത്തത് കൊണ്ടാവാം. ഈ പ്രോബ്ലംസ് കൊണ്ടൊക്കെ സ്പീഡ് അപ്സ് വരാം. അപ്പം നമുക്ക് ഈ ഒരു കാര്യം ഇപ്പം നന്നായിട്ട് ബർപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് വരുന്നുണ്ട് നിപ്പിൾ ചെറിയ സൈസ്
യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് സ്പിറ്റപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരു 45 ml ആണ് കൊടുക്കുന്നതെങ്കിൽ 30 ml കൊടുക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടും കൊച്ചിന് ഇങ്ങനെ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 15 ml കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്പിറ്റപ്സ് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് നന്നായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. വെയിറ്റ് ഗെയിൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആ ഒരു ഇയർ അനുസരിച്ച് അല്ലെങ്കിൽ മന്ത് അനുസരിച്ച് എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യാം, കാർട്ടിലും കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അത് നോക്കാം. അപ്പോൾ അപ്രോപ്രിയേറ്റ് വെയിറ്റ് ഗെയിൻ ആവുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതാണ്. അതുപോലെ അമ്മമാരെ പേരൻസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അവർക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ പാല് കൊടുക്കാൻ ബോട്ടിലിലൂടെ അങ്ങ് ചെല്ലുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് കരയാൻ ബോട്ടിലിനെ റെഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അവർക്ക് കുറച്ച് സമയം കൊടുക്കാം. പിന്നെയും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കഴിക്കാൻ ബോട്ടിൽ കൊടുക്കുക. അവർ സമ്മതിക്കുന്നില്ല, അവരെ വെറുതെ വിടുക. പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ കൊടുക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരാളെ ഇപ്പം ഗ്രാൻഡ് പേരൻസിനോ അപ്പോൾ വേറെ ആരോടെങ്കിലും ഈ ഒരു ബോട്ടിൽ ഫീഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമുക്ക് ഒരു കൈമാറി കൊടുത്തു നോക്കാം. ചില സമയത്ത് കൊച്ചു ഭയങ്കര ടയേർഡായിരിക്കും. നമുക്കും അറിയാം കുഞ്ഞുങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പാല് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലും കൊണ്ട് ചെല്ലുക. അപ്പോൾ ആ സമയത്ത് അവർ ടയേർഡായതുകൊണ്ട് അവർ ഭയങ്കര ഉറക്കം വന്നതുകൊണ്ടും ഈ ഒരു റെഫ്യൂസ് വരാം. ചില സമയത്ത് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൈയൊക്കെ വായി വയ്ക്കും. തംസക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വിശന്നിട്ടാന്ന് വിചാരിക്കും. പക്ഷെ ചില സമയത്ത് അവർക്ക് ബോറടിച്ചത് കൊണ്ടോ അവർക്ക് ആൻസൈറ്റി ഉള്ളത് കൊണ്ടോ അവർക്ക് ഭയങ്കര ഫിയർ ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കും അവർ ഇതുപോലെ നല്ല ടയേർഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ തംസക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ അത് മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ബോട്ടിൽ കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും കുഞ്ഞ് കരയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ വരുന്ന വേറൊരു മേജർ പ്രോബ്ലമാണ് ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്യാസ് ഉള്ളിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റികോളിക് ആയിട്ടുള്ള ഫീഡിംഗ് ബോട്ടിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഈ ഒരു ഫോർമുല മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം കൊണ്ടും അലർജി കൊണ്ടും വരാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം വരാം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ബർപ്പ് ചെയ്യാൻ നോക്കുക. അതായത് അവരെ നമുക്ക് പതുക്കെ തോളി കിടത്തി താഴെ നിന്ന് മുകളിലേക്ക് പതുക്കെ തട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ അവരെ ഒന്ന് നേരെ ഇരുത്തിയിട്ട് ബാക്കിലൊന്ന് തട്ടിക്കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊടുക്കാം. ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ഒന്ന് തട്ടി ബർബ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അടുത്താണ് നിപ്പിൾ കൺഫ്യൂഷൻ. കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്കും അതുപോലെ ബ്രസ്റ്റ് മിൽക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ബോട്ടിലിൽ നിന്ന് ഫീഡ് ചെയ്യുന്നു, അടുത്തത് ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ വരും. രണ്ടിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് പാലെടുക്കുന്ന ഒരു മെത്തേഡ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കാർട്ടിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.